ഹായ് വിബേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പം റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന മിക്കവാറും ആൾക്കാരുടെയും പേഴ്സൺ ഒരു ഹോപ്പ് വച്ചിരുന്നു. അതായത് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം നേരെയാകുമെന്നുള്ള. ഇവർ വിചാരിച്ചിരുന്നത് മുന്നോട്ട് പോയിട്ട് ഫാമിലി സമ്മതിക്കും ഇവരും നിങ്ങളുമായിട്ടുള്ള മാരേജിന്. പക്ഷേ അതൊന്നും നടന്നില്ല. ഇവരുടെ ഹോപ്പിൻ്റെ മേൽ ടവർ വന്നായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് പ്രഷർ ചെലുത്തുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മേൽ. അത് കാരണം ഇവർക്ക് ശരിയായിട്ടൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ഇവരിവിടെ ഭയങ്കര അപ്സെറ്റ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പല അപ്സ് ആൻഡ് ഡൗൺസും ഇവർ ഫേസ് ചെയ്തു ഈ ഒരു ടൈം പീരീഡിൽ. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ടൈം പീരീഡാണ്. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിലൊരു മാറ്റം ഉണ്ടാവുന്നതാണ്. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ ആരാണോ ഇമോഷണലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവർ ഈ ഒരു പ്രശ്നത്തിൽ വീണു പോകും. പക്ഷേ ആരാണോ കെയർ ഫ്രീ ആയിട്ടുള്ളത് അവർ പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് പുറത്ത് വരും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഏത് രീതിയിലാണോ ഉള്ളത് അതനുസരിച്ചായിരിക്കും ഇവരുടെ ആ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഇവർ ഫേസ് ചെയ്യുന്നത്. ഇവർ ഭയങ്കര ഇമോഷണലാണ് എങ്കിൽ ആ ഒരു പ്രശ്നം ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കും. കെയർ ഫ്രീ ആയിട്ടുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് പുറത്ത് വരും. അതായത് ഫാമിലി ഇവരെ ഇമോഷണലായിട്ട് എങ്ങനെയെങ്കിലും അവർ പറയുന്ന ആളെ കൊണ്ട് മാരേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അതായത് അച്ഛൻ കരയുന്നത് കണ്ടില്ല, ഇല്ലെങ്കിൽ അമ്മ കരയുന്നത് കണ്ടില്ല, അവർക്ക് എന്തെങ്കിലും പറ്റും, നീ അവർ പറയുന്ന കേട്ടില്ലെങ്കിൽ, അങ്ങനെയൊക്കെ ഇമോഷണലായിട്ട് ഇവരെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഇവർ ഇമോഷണലായിട്ടുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ അതിൽ വീണ് വിഷമിക്കും. പക്ഷേ കെയർ ഫ്രീ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ അവർ പറയുന്നത് ഈ കാത് കൂടെ കളഞ്ഞിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനമെടുക്കും. ഇവിടെ എനർജി വൈസ് നോക്കുകയാണ് എങ്കിൽ വീട്ടുകാർ പറയുന്ന കേട്ടിട്ട് ചിലപ്പോൾ വീട്ടുകാർ പറയുന്ന ആളെ മാരേജ് ചെയ്യാമെന്നുള്ള തീരുമാനം ചില ആൾക്കാരുടെ പേഴ്സൺ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർ ഇപ്പോൾ വീട്ടിലെ അവസ്ഥ ശരിയല്ല, കുറച്ച് സമയം എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം ചെയ്യാം, കുറച്ച് ഗ്യാപ്പ് എടുക്കാം, വീട്ടുകാരുടെ ആ ഒരു മനസ്സൊക്കെ ഒന്ന് മാറി വരട്ടെ, കുറച്ചും കൂടെ സമയം എടുക്കാം എന്നുള്ള രീതിയിൽ ചില ആൾക്കാരുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ശനി ഭഗവാനും രാഹു ഭഗവാനും ഒരു കൺജക്ഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശനി ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ പേഴ്സണോട് ഡിസിപ്ലിൻ എന്താണോ അത് ശീലിപ്പിക്കും. അതായത് അത് ചെയ്തത് ഇത് ചെയ്തത് അങ്ങനെ. പക്ഷേ രാഹു ഭഗവാൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ലോ പോയി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കും നിങ്ങളുടെ പേഴ്സണെ. അപ്പോൾ ഈ 2 മാസം ഏപ്രിൽ മെയ് മാസം ഈ ഒരു രാഹുവിൻ്റെയും ഒരു ശനി ഭഗവാന്റെയും ആ ഒരു കൺജക്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 2 മാസം നിങ്ങൾക്ക് ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് കാണേണ്ടതായിട്ട് വരും ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതിൽ നിന്നെല്ലാം പുറത്ത് വന്ന് അങ്ങറ്റം വരെ പോകുന്നവർക്ക് മാത്രമേ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ലഭിക്കുകയുള്ളൂ. അല്ലാതെ പകുതി വച്ച് വീട്ടുകാർ പറയുന്ന കേട്ട് അവരെ പറയുന്ന ആളെ വിവാഹം ചെയ്യുന്നവർ പകുതി വച്ച് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകും. പക്ഷേ ഇതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നവർ മാത്രമേ സക്സസ് ലാസ്റ്റ് വരെ എത്തിക്കുകയുള്ളൂ. നിങ്ങളുമായിട്ടുള്ള ആ ഒരു മാരേജ് ആണെങ്കിൽ മാരേജ്. ചില ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ ഫാമിലിയുടെ ആ ഒരു മാനിപ്പുലേറ്റിംഗ് അല്ലെങ്കിൽ പ്രഷറിൽ വീണ് പോയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ആ ഒരു ഫാമിലി പ്രഷർ കൊടുത്തപ്പോഴും മാനിപ്പുലേറ്റിംഗ് ചെയ്തപ്പോഴും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹമെല്ലാം ഇവർ മറന്ന് ഫാമിലി പറയുന്നത് ചെയ്യാം എന്നുള്ള ആ ഒരു എനർജിയിലേക്ക് ചില ആൾക്കാരുടെ പേഴ്സൺ എത്തിയിരിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടാകും ഈ ഒരു ടൈം പീരീഡിൽ. അപ്പോൾ ഇമോഷണൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ അതിൽ വീണു പോകും. വീട്ടുകാർ പറയുന്ന വാക്കുകളിൽ വീണു പോകും. കെയർ ഫ്രീ ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഷോക്കായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ ഇവരെ വിട്ടുപോയാലും എൻ്റെ പേഴ്സൺ എന്നെ വിട്ടു പോകത്തില്ല എന്ന് നിങ്ങൾ ധൈര്യത്തോടെ വിശ്വസിക്കുന്ന ആ പേഴ്സൺ നിങ്ങളെ വിട്ട് പോവുകയാണ്, വീട്ടുകാർ പറയുന്ന ആളെ മാരേജ് ചെയ്യാണ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഷോക്കായി പോകും. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ ഇമാജിനേഷനാണോ ചെയ്തിരുന്നത്, എന്തൊക്കെ മാനിഫെസ്റ്റേഷനാണോ ചെയ്തിരുന്നത് അതെല്ലാം ഇല്ലാതായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും മാരേജ് ചെയ്യാൻ പോകുന്നവരാണ് എങ്കിൽ ഫാമിലി എന്തെങ്കിലും ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പേഴ്സൺ വരാതിരിക്കാൻ അവർ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കും നിങ്ങളുടെ പേഴ്സൺ. അതായത് നിങ്ങൾ ഒരിക്കലും ഇവരെ കാണാൻ പാടില്ല, ഇവരൊരിക്കലും നിങ്ങളെ മാരേജ് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കും. ഇനി ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അവരും ഇതേപോലെ നിങ്ങളുടെ പേഴ്സണെ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പ്രതീക്ഷയും നിങ്ങളുടെ പേഴ്സൻ്റെ പ്രതീക്ഷയും ഇല്ലാതാക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന്. അവരും അതേപോലെ നിങ്ങളെ മാരേജ് ചെയ്യാം, നിങ്ങളുടെ അടുത്ത് വരാമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കും. പക്ഷേ തേർഡ് പാർട്ടി ഇവിടെ മാനിപ്പുലേറ്റിംഗ് ചെയ്ത് പ്രഷറൈസ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ടൈമിൽ എനർജി വളരെ ഹെവി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് 2 ദിവസം ഈ ഒരു എനർജി വന്നിട്ട് ബാക്കി എനർജി പഴയതുപോലെ ആയാൽ മതി. കാരണം എനർജിയിലൊരു ചേഞ്ച് ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഇത് ഒരു ടെമ്പററി എനർജി ആകണം, 2 ദിവസം കഴിഞ്ഞ് പഴയ എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരികെ വരണമെന്ന്. ഇവിടെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ലെവലിൽ നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നതായിട്ടും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ പേഴ്സൻ്റെ മേൽ ആരെങ്കിലും ബ്ലാക്ക് മാജിക് ചെയ്തോ, എന്താ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ മാറ്റം വന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ഷോക്കാകും. ഇവിടെ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റിംഗ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി. അപ്പോൾ ഇൻഡ്യൂട്ടീവായിട്ട് കെയർഫ്രീ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് പുറത്തു വരുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് കുറച്ച് പാടായിരിക്കും പുറത്തു വരുവാൻ. ഇതുകൂടാതെ ഇവർ ഭയങ്കരമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ ഈ സിറ്റുവേഷനിൽ പുറത്തു വരാൻ പെട്ടെന്ന് സാധിക്കും. അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരാണ് എങ്കിൽ ഇതിൽ നിന്ന് പുറത്തു വരാൻ കുറച്ച് പാടായിരിക്കും. ഇവിടെ എന്തായാലും ഒരു ബന്ധം അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധമാണ് അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടിക്കാണ് ഇന്നത്തെ ദിവസം കൂടുതലും ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എനർജി വളരെ കുറച്ച് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുമായിട്ടുള്ള ബന്ധമാണ് അവസാനിക്കാൻ പോകുന്നത് എന്ന്. കാരണം ഈ ഒരു ടൈമിലുള്ള തേർഡ് പാർട്ടിയാണ് മുന്നിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് സക്സസ് ലഭിക്കുമോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങളുടെ പേഴ്സൺ മെച്യൂർ ആയിട്ടുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കും, നിങ്ങളുമായിട്ട് യൂണിയൻ ആകും, നിങ്ങളുമായിട്ട് മാരേജ് ഉണ്ടാകും. ഇനി ഇമ്മെച്യൂർ ആയിട്ടുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത് എങ്കിൽ, അതായത് അച്ഛൻ കരഞ്ഞു, അമ്മ കരഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അവർ കരയുന്ന കാണാൻ പറ്റത്തില്ല, എനിക്ക് അവർ പറയുന്ന ആ ഒരു കാര്യം ഞാൻ കേൾക്കാം, എനിക്ക് ഒരു സന്തോഷവും വേണ്ട, എനിക്ക് അവരുടെ സന്തോഷമാണ് വലുത്, അങ്ങനെയൊക്കെ മെച്ചൂറായിട്ടുള്ള രീതിയിൽ ഡിസിഷൻ എടുക്കുന്നവർക്ക് ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം ഇവർ അവസാനിപ്പിച്ചെന്നും വരും. ശനി ഭഗവാന്റെയും രാഹു ഭഗവാന്റെ ആ ഒരു കൺജക്ഷൻ വന്നതോടുകൂടി നിങ്ങൾക്ക് പല ആൾക്കാരുടെയും ഒരു യഥാർത്ഥ മുഖം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൊളീഗ്സ്, ആരുടെ ആയാലും അവരുടെ ഒരു യഥാർത്ഥ മുഖം നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്. അപ്പോൾ വലിയൊരു ചേഞ്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയിൽ, വലിയൊരു ട്രാൻസിഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വരാൻ പോകുന്ന സമയം. ഇവിടെ രാഹു ഭഗവാൻ നിങ്ങളുടെ ഗ്രഹനിലയിൽ സണ്ണിൻ്റെ കൂടെയോ അല്ല എങ്കിൽ വീനസിൻ്റെ കൂടെയാണോ ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് ചീറ്റിംഗ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോകും, കള്ളം പറഞ്ഞിട്ട് പോകും, അങ്ങനെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ആരുടെ ഗ്രഹനിലയിലാണ് രാഹു ഭഗവാൻ കൂടുതലായിട്ട് ഇതായിട്ട് നിൽക്കുന്നത്, നീചഭാവത്തിൽ നിൽക്കുന്നത്, അവർക്കാണ് ഇങ്ങനെയുള്ള ചീറ്റിംഗ് ഒക്കെ അനുഭവിക്കേണ്ട അവസ്ഥ വരുന്നത്. നല്ല ഭാവത്തിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സക്സസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി ശനി ഭഗവാൻ എന്താണ് ചെയ്യുന്നതെന്ന് വച്ചാൽ, നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ഡെസ്റ്റിനി ഉണ്ട് എങ്കിൽ, കർമ്മബലം ബന്ധമുണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുമായിട്ട് വീണ്ടും ഒന്നിപ്പിക്കും ശനി ഭഗവാൻ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി നോക്കുമ്പോൾ ഹെവി ഒരു ടൈം പീരിയഡാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ്. നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് ഈ ഒരു ടൈം പീരിയഡിൽ 696, 786, 686, 676 അങ്ങനെയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് 696 കാണുകയാണ് എങ്കിൽ നിങ്ങളുടെ എനർജി ഇപ്പോൾ ബാലൻസിലല്ല. എനർജി നിങ്ങൾ ബാലൻസ് ആക്കാനാണ് ഏഞ്ചൽസ് പറയുന്നത്.
ഇനി 9-6 ആണ് കൂടുതലായിട്ട് കാണുന്നത് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ബാലൻസിലാണ്, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ബാലൻസിലല്ല എന്നാണ്. ഇനി 7-8-6 കാണുന്നെങ്കിൽ ലക്കിയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസ് വരും, പക്ഷേ ഏതെങ്കിലും ഒരു വ്യത്യസ്തമായ ശക്തി നിങ്ങളെ ആ ഒരു പ്രോബ്ലംസിൽ നിന്നെല്ലാം രക്ഷിച്ച് പുറത്തു കൊണ്ടുവരും. സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ വരാൻ പോകുന്ന 6 മണിക്കൂർ തൊട്ട് 24 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു തീരുമാനം എടുക്കാൻ പോകുകയാണ്. ചില ആൾക്കാർക്ക് ഈ ഒരു ടൈം പീരീഡ് വളരെ ഹെവി ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സൻ്റെ റീഡിംഗ്. ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളത് നോക്കാം. കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് 211-396 696 ഈ നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. 911ഉം 333യും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി 333 കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഗുരു ഭഗവാന്റെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഗുരു ഭഗവാന്റെ ആ ഒരു എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ ഏത് മോശം അവസ്ഥയും നിങ്ങൾക്ക് അത് കടന്നു വരാൻ സാധിക്കും. കൂടാതെ ആദിത്യ ഭഗവാന്റെ ആ ഒരു എനർജി നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏത് മോശം അവസ്ഥയും അത് കടന്നു വരുവാൻ സാധിക്കും. ആദിത്യ ഹൃദയ സ്തോത്രമുണ്ട്. ഗുരു ഭഗവാന്റെ ഓം ക്രാം ക്രീം ക്രോം സ ഗുരുവേ നമ ഈ സ്തോത്രം, ആദിത്യൻ്റെ സ്തോത്രം എന്ന് പറയുന്നത് ഓം ജപ കുസുമ സംഘാശം കാശിപേയം മഹാതുതിം തമോരിം സർവ പാപജ്ഞം പ്രണതോസ്മി ദിവാകരം. ഇത് രാവിലെ എണീച്ച് സൂര്യഭഗവാനെ നോക്കി 3 പ്രാവശ്യം ചൊല്ലുന്നത് നല്ലതാണ്. ഇനി 911 ആണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് എങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന ഒന്നാണ് എന്നാണ് അർത്ഥം. ഇനി 36ഉം 396ഉം കൂടുതലായിട്ട് കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് പൂർണ്ണമാകുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 444 ആണ് നിങ്ങൾക്ക് കാണുന്നത് എങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് നെഗറ്റീവാണ്, അത് നിങ്ങൾ ചിന്തിക്കരുത്, അത് പൂർണ്ണമാകും എന്ന് വാണിംഗ് ആണ് അത് തരുന്നത്. ഇവിടെ കോണ്ടാക്ട് സിറ്റുവേഷനുള്ളവർക്ക് എല്ലാം ശരിയായിട്ടാണ് ഉള്ളത്, കുഴപ്പമില്ല. പക്ഷേ പേടി കാരണം, ഫാമിലിയുടെ പ്രഷർ കാരണം എന്തെങ്കിലും സംഭവിക്കും. ഇവിടെ രാശി പരിവർത്തനം കാരണം എനർജിയിൽ പല ചേഞ്ചസും വരും. അത് ടെമ്പററി ആയിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ ഒരു രാശി പരിവർത്തനം ഒന്ന് സെറ്റിലാവാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഇവിടെ 9 മണിക്കൂർ തൊട്ട് 19 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഹെവി എനർജി ആയിരിക്കുമെന്നാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.